കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ 9ാം ക്ലാസ്സിലെ കഹാനി ആണ് പറയുന്നത്. ഇക്കായു 1-ലെ കഹാനിയുടെ പേരാണ് ജട്പട് ഔർ നട്കട്. ജട്പടും നട്കടുമാണ് കഹാനിയുടെ പേര്. ഇത് എഴുതിയ ആളാണ് രമേശ് ഉപാധ്യായ്. ലേഖകൻ്റെ പേരാണ് രമേശ് ഉപാധ്യായ്. ഇനി പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ഏകത ജട്പട് കഥ. ഒരാളുടെ പേരെന്തായിരുന്നു? ജട്പട് എന്നായിരുന്നു. നട്കട് ജട്പട് ഏകതാത്ത നട്കട്. രണ്ടാമത്തെ ആളുടെ പേര് നട്കടും. അപ്പം ജട്പട് ബഡാത്ത, ജട്പട് വലിയവനായിരുന്നു. നട്കട് ചോട്ടാത്ത, നട്പട് ചെറുതുമായിരുന്നു. ബഡാ കേവൽ 2 സാൽ ബഡാത്ത, വലിയവൻ 2 വയസ്സിന് വലുതായിരുന്നു. ചോട്ടാ കേവൽ 2 സാൽ ചോട്ട, ചോട്ട ചെറിയവൻ 2 വയസ്സിന് താഴെയുമായിരുന്നു. ദോനോ സ്കൂൾ മേ പഠിത്തേ थे. രണ്ടുപേരും സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ജട്പട് 5वीं में, ജട്പട് 5ാം ക്ലാസ്സിലും നട്കട് 3री में, നട്കട് 3ാം ക്ലാസ്സിലുമാണ് പഠിച്ചുകൊണ്ടിരുന്നതെന്ന്. घर से दोनों भाई साथ साथ സ്കൂൾ ജാത്തെ. വീട്ടിൽ നിന്ന് രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും. അവർ സാത്ത് സാത്ത് ഹി വാപ്പസ് ഘർ ആത്തെ, അവർ മടങ്ങി വരുന്നതും ഒരുമിച്ച് തന്നെയായിരുന്നു എന്ന്. അടുത്ത പാരഗ്രാഫ്. വേ ഏക് ഗാവ് മേ രഹത്തെ थे. രണ്ടുപേരും ഒരു ഗ്രാമത്തിലാണ് വസിച്ചുകൊണ്ടിരുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, സ്കൂൾ അവരുടെ ഗ്രാമത്തിലല്ലായിരുന്നു. ദൂർ ദൂസരെ ഗാവ് മേ അത്ത, വേറൊരു ഗ്രാമത്തിലായിരുന്നു എന്ന്. വഹാം തക്ക് പൈദൽ ജാന പടുത്താത്ത, അവിടെ വരെ നടന്നു പോകേണ്ടിയിരുന്നു എന്ന്. പൈദൽ ഹി വാപ്പസ് ആന പടുത്താത്ത, മടങ്ങി വരുന്നതും നടന്നുകൊണ്ട് തന്നെയാണെന്ന്. ജാത്തെ സമയ രാസ്തേ മേ ഉനെ കൈ ചീസെ മിൽത്തി തി. പോകുന്ന വഴിയിൽ വെച്ച് വളരെയധികം സാധനങ്ങൾ കണ്ടിരുന്നു എന്ന്. എന്തൊക്കെ കണ്ടത്? പോക്കാറ്, ബർഗത്ത്, ഗേത്ത്, ബാഗ്, നാല ഔർ നദി. വാപ്പസ് ആനെ पर भी രാസ്തേ മേ ഉനെ കൈ ചീസെ മിൽത്തി തി. മടങ്ങി വരുമ്പോഴും അവർ വഴിയിൽ സാധനങ്ങൾ കണ്ടിരുന്നു. നദി, നാല, ബാഗ്, ഗേത്ത്, ബർഗത്ത്, ഔർ ബോക്കര. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ജട്പട് തേസ് ചൽത്താത്ത, ജട്പട് വേഗത്തിൽ നടന്നുകൊണ്ടിരുന്നു. നട്കട് ധീരെ ധീരെ ജട്പട് ബർഗത്ത് തക്ക് പഹുഞ്ച ജാത്ത, നട്കട് പതുക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ജട്പട് ബർഗത്ത് വരെ എത്തിയെങ്കിൽ തബ് തക്ക് നട്കട് പോക്കർ തക്ക് ഹി പഹുഞ്ച ഹോത്ത, നട്കടാണെങ്കിൽ പോക്കർ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ എന്ന്. ജട്പട് ബാഗ് തക്ക് പഹുഞ്ച ജാത്ത, തബ് തക്ക് നട്കട് ഗേത്ത് തക്ക് ഹി പഹുഞ്ച ഹോത്ത. ജട്പട് പൂന്തോട്ടം വരെ എത്തിയെങ്കിൽ നട്കട് വയൽ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ എന്ന്. ജട്പട് നദി തക്ക് പഹുഞ്ച ജാത്ത, തബ് തക്ക് നട്കട് നാലെ തക്ക് ഹി പഹുഞ്ച ഹോത്ത. ജട്പട് നദി വരെ എത്തിയെങ്കിൽ നട്കട് തോട് വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ എന്ന്. മാം കി ഹിദായത്ത് കി ജട്പട് കോ ചോട്ടെ ഭായി കോ ധ്യാൻ രഖന കഹ. ജട്പടിനോട് ചോട്ടെ ഭായിനെ ശ്രദ്ധിക്കാൻ അമ്മ പറഞ്ഞിരുന്നു എന്ന്. നട്കട് ഹി അപ്പനെ സാത്ത് ഹി രഖന, നട്കടിനെ തൻ്റെ തന്നെ കൂട്ടുമായിരുന്നു എന്ന്. അപ്പോൾ ഈ പാരഗ്രാഫ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് വരും. കമൻറ്റ് ചെയ്യുക കേട്ടോ.